ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് ഒരു ടൊമാറ്റോ റൈസ് ഉണ്ടാക്കിയാലോ. ഞാൻ അതിനത് മുന്താസിൻ്റെ ബാസ്മതി റൈസ് എടുത്തിരിക്കുന്നത്. അത് ഈ ഗ്ലാസ്സിന് 3 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിന്ന് കഴുകി സോക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്കത് കഴുകി വെള്ളത്തിൽ അരമണിക്കൂർ വെള്ളത്തിലിട്ട് അത് കുതിരട്ടെ. നമുക്ക് അവിടെ കിടന്ന് അരമണിക്കൂർ കുതിർന്ന് കഴിഞ്ഞ് വാരി വെക്കാം. ടൊമാറ്റോ റൈസിന് ആവശ്യമായ ഒരു 4 നല്ല പഴുത്ത തക്കാളി, 4 ഇടത്തര സവോള, പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും, 4 പച്ചമുളക്, കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക, 2 കുരുമുളക്, ഗരം മസാല, ഇല. ഇനി നമുക്ക് തക്കാളി ഒന്ന് കുഞ്ഞായിട്ടൊന്ന് മുറിക്കാം, അരിഞ്ഞ് നമുക്കെടുക്കാം. പിന്നെ അരി വാരി വെച്ചിട്ടുണ്ട്, തക്കാളി മുറിച്ച് വെച്ചിട്ടുണ്ട്, അരി സവോള വാരി വെച്ചു, സവോള അരിഞ്ഞു, ഇഞ്ചി വെളുത്തുള്ളിയും കുഞ്ഞായിട്ട് അരിഞ്ഞു, മസാല എടുത്ത് വെച്ചിരിക്കുന്നു, നെയ്യ് എടുത്ത് വെച്ചിരിക്കുന്നു. പിന്നെ നമുക്ക് ഫ്ലെയിം ഓണാക്കി ചട്ടി അടുപ്പിൽ വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഓക്കെ. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും മസാലയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ട് ഒന്ന് വഴന്ന് വരുമ്പോഴേക്ക് നമുക്ക് ബാക്കിയൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ അതിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. സവോള ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം. കൂട്ടുകാരെ, ഞാൻ ടൊമാറ്റോ റൈസിന് ആവശ്യമായ വെള്ളം തിളപ്പിക്കാൻ വെച്ചിരിക്കുന്നു. അപ്പം നമ്മുടെ സവോളയും ഒക്കെ ഒരുവിധം ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് നമുക്ക് ഇളക്കി പതിയൊന്ന് പച്ചമണം മാറി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുത്ത് നമുക്ക് ഇളക്കി നന്നായിട്ട് വേണമെങ്കിൽ ഒത്തിരി വെള്ളം കൂടെ വെച്ച് ഒരു സ്വല്പം ചൂടുവെള്ളം മാത്രം വെച്ചാൽ മതി, അധികം വേണ്ട, തക്കാളിയുടെ വെള്ളം ഇറങ്ങും. അപ്പോൾ നന്നായിട്ട് തക്കാളിയും കൂടെ ഇട്ട് ഇളക്കി നമുക്ക് യോജിപ്പിച്ചൊന്ന് തക്കാളി നന്നായിട്ട് വേകണമല്ലോ. തക്കാളി നന്നായിട്ട് വെന്ത് കഴിഞ്ഞ് നമുക്ക് അടച്ച് വെച്ച് നന്നായിട്ട് വേവിക്കാം. ഓക്കെ. നമ്മൾ തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അരപ്പുമൊക്കെ ആയിട്ട് നന്നായിട്ട് പൊടികളൊക്കെ ഒന്ന് യോജിച്ച് നന്നായിട്ടൊന്ന് തക്കാളി വെന്ത് എല്ലായിടത്തും ഒന്ന് പിടിച്ച് നന്നായിട്ടൊന്ന് വെന്ത് വരാൻ വേണ്ടി നമുക്കൊന്നും കൂടി ഒന്ന് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെല്ലാം കൊടുത്തതിന് ശേഷം നമുക്കത് മൂടി വെച്ച് അവിടെ അടുപ്പിലിരുന്ന് നന്നായിട്ട് വേകട്ടെ. അപ്പോൾ തക്കാളി നന്നായിട്ട് വെന്താലേ ഉള്ളൂ അതിൻ്റെ ആ ടേസ്റ്റ് ഇറങ്ങി വരുള്ളൂ. അപ്പോൾ നന്നായിട്ട് വെന്ത് മസാലകളെല്ലാം പിടിച്ച് നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അവിടെ ഒന്ന് വേകട്ടെ. അപ്പോൾ കൂട്ടുകാരെ, ഞാൻ സവോള വേകാനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തോളൂ. ഇനി തക്കാളിക്ക് ആവശ്യമായ ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് ഇളക്കി ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് മൂടിയൊക്കെ ഒന്ന് തുറന്ന് നോക്കാം. തക്കാളി നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. ഒന്നുകൂടിയൊക്കെ ഇളക്കി നമുക്ക് നന്നായിട്ട് വേകട്ടെ. ഒന്നുകൂടി ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഇനി അരി ഇട്ട് കൊടുക്കാം. അപ്പം ഒന്നും കൂടിയൊക്കെ വെന്ത് തക്കാളിയുടെ വെള്ളമൊക്കെ ഇറങ്ങി നന്നായിട്ട് വെന്ത് നല്ലതായിട്ട് വേകണം. വെന്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അടുത്തത് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ കൂട്ടുകാരെ, നമുക്കിനി തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ പറ്റി ഒരുവിധം നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് വാരി വെച്ചിരിക്കുന്ന അരി നമുക്ക് ഇട്ട് കൊടുക്കാം. അരി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് അരപ്പും തക്കാളിയും എല്ലാം നന്നായിട്ട് മസാലകളെല്ലാം നന്നായിട്ട് അരിയായിട്ട് മിക്സ് ചെയ്ത് നമുക്കിനി അത് അടച്ചു വെച്ച് വേവിച്ച് എടുക്കണം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി അത് വെള്ളം ഒഴിച്ച്, ഞാൻ തിളപ്പിക്കാൻ വെള്ളം വെച്ചില്ലേ, വെള്ളം എടുത്ത് നമുക്ക് അരി ഇരട്ടി 3 ഗ്ലാസ് ആകുമ്പം 6 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. 3 ഗ്ലാസ് അരിയാണ് ഇട്ടത്. അപ്പോൾ 6 ഗ്ലാസ് വെള്ളം, 6.5 ഗ്ലാസ്സോളം ഞാൻ ഒഴിക്കുന്നുണ്ട്. ചില അരിക്ക് വേവുണ്ടല്ലോ. അപ്പോൾ ഒഴിച്ച് നമുക്ക് എല്ലാം മിക്സ് ചെയ്ത് നമുക്ക് മൂടി വെച്ച് ഇനി ചോറ് വേവിച്ചെടുക്കാം. അപ്പോൾ അതിന് നമുക്ക് ആവശ്യമായ അരിയുടെ ഇരട്ടി വെള്ളം വെച്ച് നമുക്ക് വെള്ളം ഒഴിക്കാം. നമുക്ക് വെള്ളം ഒഴിച്ച് മൂടി വെക്കാം. നന്നായിട്ട് ആവശ്യത്തിനൊക്കെ വെള്ളം ഒഴിച്ച് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ അരിയുടെ വെള്ളമൊക്കെ വറ്റി എല്ലാം നല്ല ഡ്രൈ ആയിട്ട് വരുന്നുണ്ട്. ഇനിയും പറ്റാനുണ്ട്, നന്നായി പറ്റിയില്ല, ഒക്കെ വരണ്ട് വരുന്നുണ്ട്. നന്നായിട്ട് പറ്റുന്നതോടൊപ്പം തന്നെ അരി വെന്തോന്നും കൂടെ നമുക്കറിയണം. അപ്പോൾ അത് അരി വെന്തുമൊക്കെ വരുന്നുണ്ട് നന്നായിട്ട്. ഇനി നന്നായിട്ട് ഒന്നും കൂടെ ഡ്രൈ ആയിട്ട് വരുമ്പോഴേക്കും നമുക്ക് അതുവരെ നമുക്ക് അടച്ചു വെച്ച് ഒന്നും കൂടെ വേവിക്കാം. ഒന്നും കൂടെ അടച്ചു വെച്ച് വേകട്ടെ ഇരുന്നു. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് തുറന്നൊന്ന് നോക്കാം. പിന്നെ അരിയും തക്കാളിയും എല്ലാം വെന്ത് നല്ല ഭംഗിയായി വന്നിട്ടുണ്ട്. അരി വെന്തോന്നൊക്കെ നമുക്കൊന്നുകൂടെ നോക്കാം. അരി നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെന്ത് നല്ല ചോറായി, നല്ല ടൊമാറ്റോ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ചോറൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല ഡ്രൈ ആയിട്ട് വിറവിറ കിടക്കാൻ വേണ്ടി നമുക്കൊരു പകുതി നാരങ്ങ നമുക്ക് പിഴിഞ്ഞൊഴിച്ച്, അപ്പോൾ ചോറ് ഒന്നൊട്ടാതെ കുഴയാതിരിക്കും. അപ്പോൾ നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കും, വേറെ കിടക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് നാരങ്ങ ഒഴിച്ചു കൊടുത്ത് നമുക്ക്
റെഡിയാക്കി ഒന്നും കൂടെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. മക്കളെ, നമ്മൾ ടൊമാറ്റോ റൈസ് ഇവിടെ നല്ല റെഡി ആയിട്ട് നല്ല സൂപ്പർ ടൊമാറ്റോ റൈസ് എണ്ണയുടെയും നെയ്യുടെയും മസാലയുടെ ഒക്കെ നല്ല വാസനയും ടൊമാറ്റോ വെന്തിറങ്ങിയ നല്ല വാസനയൊക്കെ വരുന്നുണ്ട്. നല്ല സൂപ്പർ ടൊമാറ്റോ റൈസ് റെഡി ആയിട്ടിരിക്കുന്നത്. നമുക്കിനി അത് ഇച്ചിരി മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. മല്ലിയില ഇട്ട് കൊടുത്ത് വെതറി ടൊമാറ്റോ റൈസ്. അപ്പോൾ എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം, എങ്കിലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, ട്രൈ ചെയ്യുക. നല്ല രസം. നമുക്ക് ഇടയ്ക്ക് ചോറൊക്കെ ഒന്ന് ഡിഫറൻ്റായിട്ട് കഴിക്കാൻ, നമുക്കൊരു വെറൈറ്റി തോന്നത്തക്ക രീതിയിൽ നമുക്ക് കഴിക്കാൻ. ചിക്കനും കൂടി ഉണ്ടെങ്കിൽ സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നെ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.